ഓം നമ ശിവായ. മാനസിക തലത്തിന് അതീതമായൊരു തലമുണ്ട് പ്രാണതലം. പ്രാണതലത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം ഒന്നാണ് എന്ന് പറയുന്ന തലത്തിലേക്ക് നമ്മളൊരു ബോധത്തിലേക്ക് എത്തും. അത് ബ്രഹ്മബോധമാണ്. തീർച്ചയായും. അതിലേക്ക് എത്താനുള്ള വഴികളാണ് ഇതെല്ലാം. ഇത് തെറ്റെന്നൊന്നും പറയാൻ കഴിയില്ല. അതിലേക്ക് എത്താനുള്ള വഴികളാണ്. എല്ലാവരും അതിലേക്ക് എത്തട്ടെ. അതെ. അപ്പൊ ഇനി നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം വെച്ചാല് ഈ പുനർജന്മങ്ങളും പിന്നെ ഈ അവസ്ഥാന്തരങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ ശരയോഗയിൽ ഒരു പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നോർമലി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ കാശ്മീരി ശൈവസത്തില് പറയുന്നുണ്ട് 84 ലക്ഷം ജന്മങ്ങളാണ്. അതിൽ 80 ലക്ഷം ജന്മങ്ങൾ നമ്മൾ പല ഇതായിട്ട് ജനിക്കുന്നു, 4 ലക്ഷം ജന്മങ്ങൾ മനുഷ്യനായിട്ട് ജനിക്കുന്നു. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 4 ലക്ഷവും ജീവിച്ച് തീർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പ്രൊമോഷൻ കിട്ടും എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ എളുപ്പ വഴികളിലൂടെയൊക്കെ, അല്ലെങ്കിൽ കഠിനമായ വഴിയാണ് ഞാൻ പറഞ്ഞത്, എളുപ്പ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് നിങ്ങൾ ഇതിലേക്ക് പോകാന്ന് പറയുന്നത്. അപ്പൊ ഈ ശരയോഗ എന്ന് പറയുന്നത് പുനർജന്മങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ലെങ്കിൽ കർമ്മങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഒടുക്കാനുള്ള പ്രോഗ്രാമിംഗ് അങ്ങ് പറഞ്ഞ പോലെ വിധാനങ്ങൾ ഇതിനകത്തുണ്ടോ? അതോ ഈ ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ ലയിക്കുന്നത് പൂർണ്ണമായ ഈ പറയുന്ന ഒരു മോക്ഷത്തിലേക്കാണോ? 933 കോടി ശ്വാസമാണ് നമുക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളത്. 933 കോടി കുറച്ച് ചില്ലറ കൂടിയുണ്ട്. അത്രയും ശ്വാസമാണ് നമുക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്രയും ശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ദിവസം നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ശ്വാസത്തിന്റെ എണ്ണം 21,600 ശ്വാസമാണ്. അപ്പൊ നമ്മൾ 21,600 നമ്മൾ ഈ പറയുന്ന ഒരു ദിവസമാണെങ്കിൽ ഒരു വർഷം ഏകദേശം 78-79 ലക്ഷം ശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് വരും. അപ്പൊ ഈ 933 കോടി ശ്വാസം എടുക്കണമെങ്കിൽ 120 വർഷം വേണം. അപ്പൊ ശരയോഗ വിധി പ്രകാരം ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് 120 വർഷമാണ്. ശരയോഗ വിധി പ്രകാരം നമ്മളാകുന്ന ജീവൻ സൃഷ്ടിക്കപ്പെടുന്നുമുണ്ട്. അതിനൊരു തുടക്കവും അതിനൊരു ഒടുക്കവും ഉണ്ട്. ഇവിടെ പൂർവ്വജന്മവും പുനർജന്മവും കണക്റ്റഡ് അല്ല. ഇവിടേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഓരോ കർമ്മവും ഉത്ഭവിക്കുന്നത് നിങ്ങളുടെ ശ്വാസത്തിലാണ്. നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം ഉത്ഭവിക്കുന്നത് നിങ്ങളുടെ ശ്വാസത്തിലാണ്. നിങ്ങളുടെ കർമ്മഫലങ്ങളെയും കർമ്മഫലത്തെയും നിങ്ങളുടെ ശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ ക്രമീകരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ നീ നിന്റെ കർമ്മം ചെയ്യാൻ പറഞ്ഞത്, കർമ്മഫലത്തെക്കുറിച്ച് ചിന്തിക്കണ്ടെന്ന് പറഞ്ഞത്. അർജുനൻ കൃഷ്ണനോട് ചോദിച്ചു, ഭഗവാനെ എന്റെ ഗുരു അവിടെ നിൽക്കുന്നത്, ഗുരുവിനെ ഞാൻ കൊന്ന, ഡു യുവർ ഡ്യൂട്ടി എന്നാ പറഞ്ഞു. നീ നിന്റെ കർമ്മം ചെയ്യാനാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പൊ പ്രസന്റിലേക്ക് ഗീതയുടെ ആദ്യത്തെ വരിയിലും അത് നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ക്ഷേത്രേ ഗുരുധർമ്മം, അത് മാത്രമല്ല ഗീതയുടെ എന്റെ എസൻസ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പോ ഇവിടെ ഈ പറയുന്ന നിന്റെ കർമ്മവും കർമ്മദോഷവും എല്ലാം നിന്റെ ശ്വാസത്തിൽ തന്നെയാണ് ഉത്ഭവിക്കുന്നത്. അപ്പൊ ആ ശ്വാസബോധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിനക്ക് നിന്റെ കർമ്മത്തെയും കർമ്മഫലത്തെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് ഈ പറയുന്ന പരമാത്മാവിലേക്ക് ലയിക്കാൻ ശരയോഗയിലൂടെ സാധിക്കും. അതുകൊണ്ട് തന്നെ പൂർവ്വജന്മവും ഈ പറയുന്ന പൂർവ്വജന്മാർജിതമായ കർമ്മങ്ങളും നമ്മുടെ ശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവിടെ ക്രമീകരിക്കപ്പെട്ടു പോകുന്നത്. അതിന് പിന്നെ പുനർജന്മം എന്ന് പറയുന്ന ഒരു തത്വവും ഇല്ല അതിനകത്ത്. വി ഹാവ് എ സ്റ്റാർട്ട് ആൻഡ് വി ഹാവ് എ എൻഡ്. നമുക്ക് തുടക്കവും ഒടുക്കവും ഉണ്ട് ശരയോഗയിൽ, തുടക്കവും ഒടുക്കവും ഉണ്ട്. പിന്നെ മാത്രമല്ല ഇതിനകത്ത് മറ്റൊരു തലം കൂടിയുണ്ട്. പലപ്പോഴും പുണ്യം പാപം, ശരി തെറ്റ്, സ്വർഗം നരകം, ഈ തലങ്ങള് ഡ്യുവാലിറ്റിയാണ്, ദ്വൈതമാണ്. ഇത് പ്രവർത്തിക്കുന്നത് മനസ്സിലാണ്. ഇത് കാരണമാണ് ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. നമ്മൾ എന്ത് ചെയ്യാൻ പോയത് നമ്മള് 2 ദിവസം ഒരുവൻ ത്രിസന്ധ്യ സമയത്ത് വീട്ടിൽ വിളക്ക് കത്തിച്ച് അവനൊരു മന്ത്രം ജപിക്കുകയാണെങ്കിൽ 3-ാമത്തെ ദിവസം അത് കേൾക്കുന്നവൻ പറയും, ഇത് കത്തിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും കത്തിക്കണം, ഇല്ലെങ്കിൽ ദോഷമാണ്. പിന്നെ ചോദ്യം ഇനി ഇത് കത്തിച്ചത് കൊണ്ട് ദോഷം വരുമോ? വിളക്ക് കത്തിച്ചില്ലെങ്കിൽ ദോഷം വരുമോ? മന്ത്രം ജപിക്കുകയാണ്, മന്ത്രം ജപിച്ച് ഈ മന്ത്രം ജപിച്ചു തുടങ്ങി നിർത്തിയാൽ നിന്റെ കാര്യം പോക്കെന്ന് പറയാം. അവിടെ വീണ്ടും ചോദ്യം വരികയാണ്. അതെ പിന്നെ ഗുരുപദേശം ഇല്ല. പിന്നെ അത് ഈ പറയുന്ന മനുഷ്യനെ ഭയപ്പെടുത്തിയാണ് പലപ്പോഴും ആധ്യാത്മികതയുടെ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഡ്യുവാലിറ്റി, നമ്മുടെ മനസ്സിന്റെ ഈ ദ്വൈത്തത്തെയാണ് ഇതിനെല്ലാം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ പലപ്പോഴും കർമ്മവും കർമ്മദോഷവും പുണ്യവും പാപവും സ്വർഗവും നരകവും എല്ലാം ഈ പറയുന്ന ഊർജ്ജ ശരീരത്തിലെ സൂക്ഷ്മ ശരീരത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് നമ്മളെ മുന്നോട്ട് ബോധത്തിലേക്ക് നമ്മളെ നയിക്കാൻ, എത്തിച്ചേരാൻ നമ്മളെ അനുവദിക്കാൻ സമ്മതിക്കാതിരിക്കുന്ന കെട്ടുകളാണിത്. ഈ കെട്ടുകളെ പൊട്ടിക്കുക എന്നുള്ളതാണ്. ഈ കെട്ടിനെ പൊട്ടിക്കണമെങ്കിൽ ശ്വാസബോധത്തിൽ നിന്നേ പറ്റൂ. ഈ ഭയത്തെ അതിജീവിക്കാൻ ശ്വാസത്തിനേ പറ്റൂ. ഇവിടെ കർമ്മവും ഇല്ല, കർമ്മദോഷവും ഇല്ല, പുണ്യവും ഇല്ല, പാപവും ഇല്ല, സ്വർഗവും ഇല്ല, നരകവും ഇല്ല. ആ ബോധത്തിൽ മുന്നോട്ട് പോവുക, അത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ആ ബോധത്തിൽ മുന്നോട്ട് പോവുക. നേരത്തെ പറഞ്ഞ പോലെ എനർജി എന്ന് പറഞ്ഞാൽ അതിന് പ്യുവർ ഫോമിലാണ് അതിരിക്കുന്നത്.
ആ പ്യുവർ ഫോമിൽ നമ്മൾ അതിനെ അറിയുക, അതിലേക്ക് മുന്നോട്ട് പോകുക. അപ്പൊ ഈ നമ്മൾ ഇനി അടുത്ത ജന്മം പുനർജന്മം എടുത്ത് വരുമ്പോഴത്തേക്ക് പുനർജന്മങ്ങൾ പല രീതിയിൽ ഇപ്പം ഒരുപാട് ഇപ്പൊ അതൊരു വലിയ വാർത്തയല്ല. കാരണം കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പുനർജന്മം എന്ന് പറയുമ്പോൾ നമുക്ക് ആളുകൾ എന്താ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇതിനെ കുറിച്ച് ലിറ്ററേച്ചർ വരുന്നതും സ്റ്റഡീസ് നടക്കുന്ന എല്ലാം വിദേശ രാജ്യങ്ങളിലാണ്. സായിപ്പ് പറഞ്ഞത് ഓക്കെ ആണെന്നാണ് ജനങ്ങൾ പൊതുവെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ട് ചോദ്യം ചോദിക്കുന്നത്, ഇപ്പൊ അങ്ങായിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ മോസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ് ക്വാളിറ്റി ഓഫ് സംതിങ് ദാറ്റ് മേക്സ് സംതിങ് സംതിങ് എന്ന് പറയുന്നത്. അപ്പൊ മോസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ് ക്വാളിറ്റി ഓഫ് സംതിങ് ദാറ്റ് മേക്സ് സംതിങ് സംതിങ്. അപ്പൊ അങ്ങയുടെ ശരീരത്തിലെ കോശങ്ങളാണ്, എന്റെ ശരീരത്തിലെ കോശങ്ങളാണ്, നാഡികളുണ്ട്, ഞരമ്പുകളുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്, മനസ്സുണ്ട്, ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ടെങ്കിലും അങ്ങേ മാത്രമാക്കുന്ന എന്തോ ഒരു പർട്ടിക്കുലർ യുണീക്ക് ആയിട്ടൊരു സാധനം എന്നെ അതാക്കുന്നതുണ്ട്. ബാക്കിയുമായിട്ട് നമുക്കുണ്ട്, നമ്മുടെ ഫിംഗർ പ്രിന്റുകളോ അല്ലെങ്കിൽ നമ്മുടെ ഐറിസോ ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ അതല്ലാതെ ആന്തരികമായിട്ട് എന്നെ ഞാനാക്കുന്ന എന്റെ നമ്മുടെ അനവിക്കാൻ കോട്ട സ്വത്വം അല്ലെങ്കിൽ ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യം, അപ്പൊ അതെന്തുകൊണ്ട് അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു ഞാൻ പല ഇതിലും ചോദിച്ചു. സൂഫി അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഗവേഷണം നടത്തിയപ്പോൾ അവർക്ക് അതിന് ഉത്തരം പറയാൻ പ്രയാസമാണ്. കാരണം അത് തിരിച്ചറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഈ തലത്തിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മളത് വരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ നമ്മളിപ്പോ മോക്ഷം കിട്ടിയില്ല, ഈ ജന്മം കഴിഞ്ഞ് മോക്ഷം കിട്ടിയില്ല, അപ്പൊ നമ്മൾ വീണ്ടും ഇവിടെ വരേണ്ടി വരികയാണെന്ന് വിചാരിക്കും. അപ്പൊ ഫോർമാറ്റ് ഏതും ആകാം, ഒരു എന്തെങ്കിലും ഒരു കുരങ്ങനായിട്ടോ ചിലപ്പം ആമയായിട്ടോ മനുഷ്യനായിട്ടോ ആരോ ആയിക്കോട്ടെ. അങ്ങനെ വരുമ്പോഴും എന്റെ ഉള്ളിലിരുന്ന് ഈ പ്രപഞ്ചത്തിനെ അറിയുന്ന ആ സ്വം അല്ലെങ്കിൽ ആ ഒരു സ്വത്വം, ആ ഒരു ഐഡന്റിറ്റി എനിക്ക് ഞാൻ എങ്ങനെ അറിയുന്നോ അതുപോലെ എനിക്ക് അറിയാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല, അത് അറിയാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണന് ഇതൊന്നും ബാധകമല്ല, ജീവൻ ഇതൊന്നും ബാധകമല്ല. നിങ്ങൾ ഈ അറിയാൻ ശ്രമിക്കുന്നതും അറിയാണ്ടിരിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ മനസ്സിലാണ്. ശരിയാണ്. നമ്മുടെ പ്രാണനെ സംബന്ധിച്ചിടത്തോളം പ്രാണന് യാതൊരു ഭാവങ്ങളും ഇല്ല. ഈ പറയുന്ന യാതൊരു തരത്തിലും പ്രാണൻ ഒന്നിലും കണക്റ്റഡ് അല്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ആ യുണീക്നെസ് ചോദിച്ചു. പ്രാണൻ എന്നിലും അങ്ങയിലുമുള്ള എല്ലാത്തിലുള്ള എനർജി സെയിമാണ്. ഈ എനർജി സെയിം. പക്ഷെ ഈ എനർജി ഒരു ബോഡിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ആ എനർജിക്ക് ഒരു യുണീക്ക് ക്വാളിറ്റി വരുന്നത്. ആ യുണീക്നെസ് സംഭവിക്കുന്നത് ആ ബോഡിയിൽ മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ഉള്ളിലെ ഇപ്പൊ എൻ്റെ ശാരീരിക അവസ്ഥ, എൻ്റെ മാനസികാവസ്ഥ, അല്ലെങ്കിൽ എൻ്റെ വൈകാരിക സാമ്പത്തിക തലങ്ങൾ, അങ്ങയുടെ ഈ പറയുന്ന തലങ്ങൾ, ഇതെല്ലാം എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് പ്രാണൻ എല്ലാത്തിലും സെയിം തന്നെയാണ്, എല്ലാവരിലും പ്രവർത്തിക്കുന്ന ശക്തി ഒന്ന് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് മനുഷ്യൻ വ്യത്യസ്തനാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാണന്റെ സഞ്ചാരഗതിയാണ് അവന്റെ അനുഭവങ്ങളെ മാറ്റിമറിക്കുന്നതെന്നാണ് ശരയോഗയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിപ്പോ ഇനി അങ്ങ് പറയുന്നത് പോലെ ഈ പ്രാണശക്തി തന്നെയാണ് അടുത്തൊരു ജന്മം മറ്റൊരു രൂപത്തിൽ പിറവി കൊള്ളുന്നതെങ്കിൽ, നമ്മളതിലില്ല എങ്കിൽ പിറവി കൊള്ളുന്നതെങ്കിൽ, അതായത് പുനർജന്മങ്ങളില്ലെന്നാണോ? ഇല്ല. അപ്പൊ ഈ ഒറ്റ ജന്മേ ഉള്ളൂ. ഒറ്റ ജന്മേ ഉള്ളൂ. ഈ പ്രസന്റ്, ലീവ് ഇൻ ദി പ്രസന്റ്, ഈ പ്രസന്റിൽ മാത്രം കണക്റ്റഡ് ആണ്. ഈ എനർജി ഇനി ഇവിടെ നിന്ന് എന്തായാലും ഈ എനർജി ഇവിടെ നിന്ന് കണക്റ്റഡ് ആയി പൂർവ്വജന്മത്തിലെ രാഹുലായിട്ട് ഒരിടത്തും വരില്ല. അല്ല, അത് വരില്ല. പക്ഷെ പൂർവ്വജന്മം ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്തിന് മുമ്പ് അങ്ങ് നിലനിന്നിരുന്നല്ലോ. ഡേറ്റ് ഓഫ് ബർത്തിന് മുമ്പ് അമ്മയുടെ ഗർഭം അല്ല, അതിനു മുമ്പ് എങ്ങനെ ഉണ്ടാവും? അതിനുമുമ്പ് ഇല്ലാതെ ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ രൂപത്തിൽ മാത്രം വരാനുള്ള കാരണം അവർ പറഞ്ഞല്ലോ. അതിനകത്ത് ഈ പറയുന്ന ശിവശക്തി ഐക്യം എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ. ശിവശക്തി ഐക്യം എന്ന് പറയുന്ന, നമ്മള് ഒരു ശിവക്ഷേത്രത്തിലേക്ക് പോയി, നമ്മള് ഒരു അങ്ങനെയാണെങ്കിൽ ഈ സൃഷ്ടിയുടെ, ഇപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ റാഷണലിസ്റ്റുകൾ പറയുന്ന പോലെ ഒറ്റ ജന്മം എന്ന് പറയുന്ന ഒരു സങ്കല്പം, അല്ലെങ്കിൽ സെമിറ്റിക് മതങ്ങളിൽ പറയുന്ന പോലെ ഒറ്റ ജന്മം എന്ന് പറഞ്ഞൊരു സങ്കല്പമാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ ഇതിന്റെ ആവശ്യം എന്താണ്? ഇപ്പം പല ആളുകൾ ഇത്രയും ദുഃഖങ്ങൾ അനുഭവിക്കുന്നു, ചില ആളുകൾ ഇത്രയും സന്തോഷം. ഇപ്പം നമ്മളിപ്പോ എത്ര കാര്യങ്ങൾ ചെയ്താലും അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് ഇതിനെ ഒരു ദിവസം ഇവിടെ വിട്ടു പോകണം എന്ന് പറയുമ്പോൾ ഒരു ദുഃഖം ഉണ്ടാവും. എല്ലാ രീതിയിലും സാച്ചുറേറ്റഡ് ആണെങ്കിൽ പോലും നമുക്ക് പോകുന്ന സമയത്ത് നമുക്കൊരു ദുഃഖം ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അതിന്റെ ആവശ്യകത എന്തെന്നുള്ളതാണ്. അപ്പൊ അത് സൃഷ്ടിയുടെ ആവശ്യകതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ഇതിലേക്ക്, സൃഷ്ടിയുടെ ആവശ്യകതയ്ക്ക് ഏത് നിമിഷവും ഒരു സൃഷ്ടി നടത്താൻ ഈ പറയുന്ന പ്രപഞ്ചം കെൽപ്പുണ്ട്. പ്രപഞ്ചത്തിന് അതിനുള്ള ഹെൽപ്പുണ്ട്. അതിനുള്ള എല്ലാ റാ മെറ്റീരിയൽസും പ്രപഞ്ചം ഇവിടെ ഉണ്ടാക്കി. അതുണ്ട്. അത് നമ്മൾ മാറിയെന്ന് കാണുമ്പോൾ ഇതൊരു ഫോൾസ് ഡ്രാമയാണ്, അല്ലെങ്കിൽ ഇതൊരു ശ്രദ്ധിക്കണം. അതായത് ഈ പൂർവ്വജന്മവും പുനർജന്മവും നമുക്ക് പലപ്പോഴും എസ്കേപ്പിസത്തിനുള്ള ഒരു വഴി മാത്രമാണ്. നമ്മുടെ പലപ്പോഴും നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കൂ. അതിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന അനുഭവങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന ഉത്തരങ്ങളാണ് പുനർജന്മവും പൂർവ്വജന്മവും. അങ്ങനെ മാത്രമല്ലല്ലോ. കാരണം അതിനെ കുറിച്ച് വളരെ ശാസ്ത്രീയമായിട്ട് ഒരുപാട് പഠനങ്ങൾ വരുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഈ മോഡേൺ സയൻസിലാണെങ്കിൽ നേരത്തെ പറഞ്ഞത് അതിൽ നമ്മൾ പറയുന്ന പൂർവ്വജന്മാർജിതം പാപം വ്യാധി രൂപേണ ജായത എന്ന് പറയുന്നത്, അത് ഈ സിദ്ധയിലാണെങ്കിലും ആയുർവേദത്തിലാണെങ്കിലും കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ആയിക്കോട്ടെ, മോഡേൺ സയൻസിലാണെങ്കിൽ കോസ് ആൻഡ് എഫക്ട്. അതെന്താ പൂർവ്വജന്മാർജിതം എന്ന് പറയട്ടെ. പൂർവ്വജന്മാർജിതം എന്ന് പറയുമ്പോൾ DNA എന്ന് പറയുന്ന ഒരു ഘടകം അതിനകത്ത് പറയുന്നുണ്ട്. DNA
ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ക്ഷേത്രങ്ങൾ, നമുക്ക് ബഹുദൈവങ്ങളാണ്, നിരവധിയായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. ഒരു ഗണപതി ക്ഷേത്രത്തിൽ പോയാൽ ഗജമുഖനായിട്ടുള്ള ഭഗവാൻ അവിടെ ഇരിപ്പുണ്ട്. ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയാൽ ചതുർബാഹുവായ ഭഗവാന്റെ രൂപം കാണാൻ പറ്റും. പക്ഷെ ഒരു ക്ഷേത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ശിവലിംഗമാണ് നമ്മൾ കാണുന്നത്. അവിടെ ഭഗവാന്റെ, നമ്മൾ ചിത്രങ്ങളിലൊക്കെ കാണുന്ന ഭഗവാന്റെ രൂപം അവിടെ ഇല്ല. ഈ പറയുന്ന പുലിത്തോലണിഞ്ഞോ മരൂരി അണിഞ്ഞോ അല്ലെങ്കിൽ ഭസ്മം പൂശിയോ അല്ലെങ്കിൽ കഴുത്തിൽ നാഗത്തെ ഭൂഷണമാക്കിയുള്ള ഭഗവാന്റെ രൂപം അല്ല അവിടെ കാണുന്നത്. മറിച്ച് ശിവലിംഗമായിട്ടാണ് അവിടെ ആരാധിക്കപ്പെടുന്നത്. അപ്പൊ അവിടെ മാത്രം എന്താ വർഷിപ്പിംഗ് ശിവാസ് ജെനിറ്റൽ ഓർഗൻ. അവിടെ എന്താ ശിവന്റെ ജെനിറ്റൽ ഓർഗനെയാണ് അവിടെ ആരാധിക്കുന്നത്. ശിവന്റെ ലൈംഗിക അവയവത്തെ അല്ലല്ലോ അവിടെ ആരാധിക്കുന്നത്. അവിടെ ലിംഗം എന്ന് പറയുമ്പം എന്തിലേക്കുള്ള സൂചന, എന്തിലേക്കുള്ള സൂചന, എന്തിലേക്കുള്ള സൂചന? അത് ലിംഗത്തിന് പല അർത്ഥങ്ങൾ. ശിവലിംഗത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക് അത് എന്താണ്, ഈ അണ്ടാകൃതിയും അതിനകത്ത് വരുന്നുണ്ടല്ലോ. അതായത് വളരെ സിമ്പിളാണ് ശിവലിംഗത്തിന്റെ സൂചന, വളരെ സിമ്പിളാണ്. ശിവലിംഗത്തിന്റെയും സ്ഥിതിയുടെയും സംഹാരത്തിന്റെയും അൾട്ടിമേറ്റ് ശിവലിംഗത്തിന്റെ സൂചന വളരെ സിമ്പിളാണ്. ശിവലിംഗത്തിന് ഒരു ബേസ് പാർട്ട് ഉണ്ട്, അത് യോനി പീഠമാണ്. അപ്പൊ യോനിയും ലിംഗവും ഒരുമിച്ചിരിക്കുന്ന അവസ്ഥ. ശരി, ശിവക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ആരാ ശിവൻ? എൻ്റെ ഉള്ളിലെയും അങ്ങയുടെ ഉള്ളിലെയും ജീവബോധമാണ് ശിവൻ. എൻ്റെ ഉള്ളിലെയും ജീവൻ എന്ന് പറഞ്ഞാൽ പ്രാണൻ. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രാണനെൻറും ശ്വാസമെൻറും കാലമെൻറും പരമെൻറും. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഉള്ളിലെയും അങ്ങയുടെ ഉള്ളിലെയും ജീവബോധം. ആ ജീവബോധമാണ് ശിവൻ. ഒരു ശിവക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ജീവനെയാണ്, നമ്മുടെ ഉള്ളിലെ പ്രാണനെയാണ് അവിടെ ആരാധിക്കുന്നത്. ആ പ്രാണനെ ആരാധിക്കാൻ പോകുമ്പോൾ ആ പ്രാണന്റെ ഉത്ഭവം എന്ത് എന്നുള്ളതിന്റെ സൂചനയാണ് ശിവലിംഗം. ഈ പറയുന്ന ലിംഗവും യോനിയും ഒരുമിച്ച് അല്ലേ, ഈ പറയുന്ന ശിവശക്തി ഐക്യം, പ്രകൃതി പുരുഷ സംഗമം എന്ന് പറയുന്ന ആ പ്രോസസ്സിലൂടെയാണ് നിന്റെ സൃഷ്ടിയുടെ ആരംഭം എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് ശിവലിംഗം. അതിന്റെ തന്നെ ഈ പറയുന്ന കുറച്ചും കൂടി ശാസ്ത്രീയമായിട്ട് നമ്മൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ ഈ പറയുന്ന ശിവലിംഗം എന്ന് പറയുന്ന ആ പ്രോസസ്സ്, ശിവശക്തി ഐക്യത്തിലൂടെ സംഭവിക്കുന്നത് അണ്ഡവും ബീജവും തമ്മിലുള്ള സംയോജനവും. അവിടെ പിതാവിന്റെ ബീജവും മാതാവിന്റെ അണ്ഡവും തമ്മിൽ സംയോജിക്കുമ്പോൾ ദശവായുക്കളിൽ ഒരു വായു മാത്രം അവിടെ സ്വതന്ത്രമാകണമെങ്കിൽ ആ സംയോജനത്തിലൂടെ മാത്രമേ സാധിക്കൂ. അവിടെ പിതാവിന്റെ ബീജത്തിനും സപ്തധാതുക്കളിൽ ഒന്നാണല്ലോ, അവിടെ മാതാവിന്റെ അണ്ഡത്തിനും ഒരുപോലെ പ്രാധാന്യമുണ്ട്. ഈ പറയുന്ന പൂർവജന്മാർച്ചം എന്ന് പറയുന്നത് അവിടെ നിന്നാണ് കിട്ടുന്നത്. ഈ പറയുന്ന ശരിക്കും നമ്മുടെ DNA വർക്ക് ചെയ്യുന്ന അവിടെ നിന്നാണ്. നമ്മുടെ പ്രാണനിൽ, നമ്മുടെ ശരത്തിൽ ഈ പറയുന്ന ഒരു DNA വർക്ക് ചെയ്യുന്നുണ്ട്. ഈ DNA നമ്മുടെ പ്രാണന്റെ ശരഗതിയുടെ അടിസ്ഥാനം അതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജനിച്ച്, നമ്മൾ വളർന്ന്, നമ്മൾ ഇന്ന് ജീവിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ പ്രാണന്റെ സഞ്ചാരഗതിയെ സ്വാധീനിക്കുന്നുണ്ട്. ഇതിനെ മുഴുവനും നമ്മൾ മാറ്റിമറിക്കാൻ, നമ്മുടെ കർമ്മങ്ങളെയും കർമ്മദോഷങ്ങളെയും നമുക്ക് ശ്വാസബോധത്തിൽ നിന്നുകൊണ്ട് മാറ്റിമറിക്കാൻ കഴിയുമെന്നുള്ളതാണ് ശരയോഗയുടെ പ്രസക്തി എന്ന് പറയുന്നത്. ഇവിടെ പലപ്പോഴും നമ്മൾ ഈ പറയുന്ന പൂർവ്വജന്മവും പുണ്യജന്മവും മറ്റൊരർത്ഥത്തിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് മനസ്സാണ് മറ്റൊരർത്ഥത്തിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. മനസ്സ് മറ്റൊരർത്ഥത്തിൽ ഇതിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് നാഡി ഇതിനകത്ത് നമ്മുടെ പൂർവ്വജന്മങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. എത്ര മുൻജന്മങ്ങളുടെ അഗസ്ത്യ നാഡി ജ്യോതിഷം നാഡി ജ്യോതിഷം അങ്ങ് മനസ്സിലാക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കി, നമ്മുടെ പ്രേക്ഷകരുടെ ചോദ്യമാണ്.